ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് പണിയാൻ വരുന്ന പണിക്കാർ പോലും നമ്മുടെ ഇവിടെ വന്ന് പാല് മേടിച്ചോണ്ട് പോകും. ഈ പശുവിനെ ഞങ്ങള് പുലിച്ചാറിന്നാ വിളിക്കുന്നത്. പുലിച്ചാറിന്നാ വിളിക്കുന്നത്. പുലിയുടെ ഒരു ഇതൊക്കെ കളർ വ്യത്യാസം. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് വരെ ആളുകൾ വന്ന് പാൽ വാങ്ങുന്ന ഒരു അടിപൊളി പശുഫാമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോ നിൽക്കുന്ന ഇടുക്കി ജില്ലയിൽ കമ്പംമേട് എന്ന സ്ഥലത്ത് ഉണ്ണിച്ചേട്ടന്റെ പശുഫാമിലാണ്. ഇവിടെയാണ് ഈ 2 പശുവിൽ നിന്ന് പശു വളർത്തൽ ആരംഭിച്ച് ഇപ്പൊ 30ഓളം പശുക്കളുണ്ട്. ഈ ഒരു ഫാമിന്റെ പ്രത്യേകത ഇവിടെ ജേഴ്സി പശുക്കൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേര് പറയാമോ? എന്റെ പേര് ഉണ്ണി. ഓക്കെ, സ്ഥലം പറയാം. ഇവിടെ കമ്പംമെട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് കമ്പംമെട്ട് പാറക്കടവ് എന്ന് പറയുന്ന സ്ഥലമാണ്, ഇടുക്കി ജില്ല. ഇടുക്കി ജില്ല. ഓക്കെ, അപ്പൊ എത്ര നാളായിട്ട് ഈ പശു വളർത്തൽ മേഖലയ്ക്ക്? പശു വളർത്ത് തുടങ്ങിയിട്ട് ഒരു 10-30 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ആദ്യം നമുക്കൊരു 2 പശുവായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സന്തതി പരമ്പരകളാണ് ഈ റോട്ടിൽ നിൽക്കുന്ന കന്നുകാലികൾ മുഴുവൻ. നമുക്ക് എന്തായാലും പശുക്കളെ കണ്ടാലോ. അപ്പൊ ഇത്രയും പശുക്കളാണ്. ഇവിടെ എത്ര പശുക്കളുണ്ട്? നമുക്കിപ്പോ 25ഓളം പശുക്കളും കിടാക്കളും പശുക്കളും കൂടെ കൂടി 25 ഉണ്ട്. ഓക്കെ, ഈ ഒരു തൊഴുത്തല്ലോ വേറെയും തൊഴുത്തുണ്ടല്ലേ? അപ്പുറത്തുണ്ട്. കിടാക്കളുടെ സെക്ഷൻ എവിടെ? അതെയോ? ഇത് പശുക്കളുടെ സെക്ഷനാ. പശുക്കൾ എത്ര ഉണ്ട്? പശുക്കൾ ഇപ്പൊ കറവയുള്ളത് 11. ചെനയിലുണ്ട്. ചെനയുള്ളതുണ്ട്. ഈ കൂടെ തന്നെ ചെനയും കറവയും എല്ലാം ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ശരിക്കും ഇവിടെ ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കളാണല്ലോ കൂടുതൽ. അതെ അതെ അതെ. ജേഴ്സി ആയിട്ട് പശുക്കൾ എന്ന് നമ്മൾ പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഈ പശുക്കൾക്ക് അസുഖങ്ങൾ ഒരുപാട് കുറവുണ്ട്. പിന്നെ പാലിന് വില കൂടുതലുണ്ട്. പിന്നെ എനിക്ക് ഈ പശുക്കളുടെ ഈൽഡ് എന്ന് പറയുന്നത് ഏകദേശം രാവിലെ ഒരു 15 ലിറ്റർ 12 ലിറ്റർ അങ്ങനെ ആ ഒരു ലെവലിൽ കിട്ടുന്ന പശുക്കൾ തന്നെ എനിക്ക് കൂടുതലുള്ളത്. ഇപ്പൊ ഒരു 30 വർഷം കൊണ്ട് ഞാൻ ഈ ജേഴ്സി ഇനങ്ങൾ മാത്രമായിട്ട് കുത്തിവെച്ച് അങ്ങനെ ഒരു ജേഴ്സിയുടെ ആ ഒരു ഇതിപ്പോ ഏകദേശം എന്റെയൊക്കെ ചെറുപ്പത്തിലെ ഇവിടെ പശു വളർത്തൽ ആരംഭിച്ചാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞ് ഇപ്പൊ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഡിഗ്രി കഴിഞ്ഞു. പാരമ്പര്യമായിട്ട് കർഷകരായിരുന്നു. പാരമ്പര്യമായിട്ട് കർഷകരാ. ഓക്കെ, എന്നാലും ചേട്ടൻ എന്തുകൊണ്ടാണ് ഈ ഒരു പശു വളർത്തൽ തെരഞ്ഞെടുത്ത? പാരമ്പര്യമായിട്ട് കർഷകരാന്ന് പറഞ്ഞെങ്കിലും നമുക്കൊരു അനുഭവങ്ങൾ കാണില്ലേ? ഇല്ല, നമുക്ക് വേറെ ഒരിടത്ത് പോയി ജോലി ചെയ്യുന്നതിനോടൊന്നും താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ വീട്ടിൽ അച്ഛനായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന കുറച്ച്, അതായത് സ്വന്തമായിട്ട് നമുക്ക് ജോലി എടുക്കാം, അതായത് മറ്റുള്ളവരെ കീഴിൽ നമുക്ക് ജോലി, അത് ഉദ്ദേശിച്ച് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഈ പശു വളർത്തൽ വന്നിട്ട് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരിക്കും? പക്ഷെ അതിന്റെ അകത്ത് എന്തെങ്കിലും അല്ല, പാരമ്പര്യമായിട്ട് നമുക്ക് ഏകദേശം നമ്മുടെ ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടു വളരുന്നതുകൊണ്ട് നമുക്ക് വേറെ കൂടുതൽ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു പഴയ രീതിയിൽ തന്നെ നമ്മൾ തുടർന്നു വരുന്നു. നമ്മളിപ്പോ നമ്മുടെ പശുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അഴിച്ചുവിടാനൊക്കെ സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് തീറ്റ ഉണ്ടാക്കുന്നതിന്റെ അതിന്റെ എല്ലാം ബുദ്ധിമുട്ടുകൾ നമുക്ക് വളരെയേറെ കുറവുണ്ട്. രാവിലെ ഒരു നേരം അഴിച്ചങ്ങ് വിട്ട് കഴിഞ്ഞാൽ പശുക്കൾ പോയി നല്ലപോലെ മേഞ്ഞിട്ട് വരും. അത് കഴിയുമ്പോൾ പിന്നെ പശുക്കൾ കൂട്ടി വന്നു പശുക്കൾ വിശ്രമിക്കുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം പിന്നെ രണ്ടാമത്തെ കറവയുടെ പരിപാടി എല്ലാം തുടങ്ങും. രാവിലെ 8 മണിയാകുമ്പോഴത്തേനും പശുക്കളെ അഴിച്ചു വിടും. ഒരു 9:30 ഒക്കെ കഴിയുമ്പോഴത്തേനും രാവിലത്തെ പശുവിന്റെ പരിപാടി എല്ലാം തീരും. അപ്പൊ സ്റ്റാർട്ടിങ് എവിടുന്നായിരുന്നു? ഈ ഒരു പശുത്തൊഴുത്തായിരുന്നു. ഒരു പഴയ രീതിയിലുള്ള പശുത്തൊഴുത്തായിരുന്നു. അല്ല, ഇതാ നമുക്ക് പശുക്കൾക്കും സൗകര്യം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റും വായുവും അങ്ങനെ എല്ലാം കയറി ഓപ്പൺ ആയിട്ടുള്ള പശുക്കൂടാണ്. ഇതിപ്പോ എത്ര പശുക്കൾ നിർത്താവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്? ഇതിപ്പം 10 മേളിലോ? മുകളിലല്ല, ഇതല്ല തൊട്ടപ്പുറത്ത്. അത് ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്. ഇത് ഫസ്റ്റത്തെ തൊഴുത്ത്. സെക്കൻഡ് തൊഴുത്ത് അവിടെയാണ്. അവിടെ ക്രാക്കിളാണ്. എത്ര മാസം പ്രായമുള്ള? അങ്ങനല്ല, അത് ചെന പിടിക്കാറായത്. അങ്ങനെ ഈ ഇതിന്റെ ക്രാക്കിളെ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 പേര് കഴിയുന്ന പശുക്കളെ നമ്മൾ അന്നേരത്തിനും കൊടുക്കും. അന്നേരത്തിന് അവിടെ ക്രാക്കിൾ റെഡിയായി വരും. അപ്പൊ ഇവിടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ തോന്നുന്നല്ലേ? അതെ അതെ. അപ്പൊ അവർക്ക് നല്ല ചെലവില്ലേ? ഇല്ല, അങ്ങനെയൊന്നും ചെലവ് വരുന്നില്ല. അതിന് 3 മാസത്തോളം നമ്മള് രാവിലെ വൈകിട്ടും പശുവിനെ അഴിച്ചു വിട്ട് കുടിപ്പിക്കുന്നു. 3 മാസം കഴിയുമ്പോഴത്തേനും നമ്മള് പറമ്പില് നമുക്ക് സ്വാഭാവികമായിട്ട് പുല്ലുണ്ട്. ആ തീറ്റ ചെലവ് ആ കൂടത്തിൽ തന്നെ അങ്ങ് പശുക്കളുടെ കൂടെ തന്നെ കിടാക്കളും അങ്ങ് പൊക്കോളും. അവിടെ പോയി തിന്ന് മേഞ്ഞ് പശുക്കളുടെ കൂടെ തന്നെ കിടാക്കളും കയറി വരുന്നു. അങ്ങനെ ആ രീതിയിൽ തന്നെ പോകുന്നു. പിന്നെ അതിന് പരിചരണമായിട്ട് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഇപ്പം ഈ അടുത്ത ഇടയ്ക്കായിട്ട് TMRന്റെ എടുത്തിട്ടുണ്ട്. അത് കൊടുക്കുന്നു കിടാക്കൊക്കെ. അതുകൊണ്ട് ഇപ്പൊ നമുക്കൊരു 18 മാസത്തിനകം ഒക്കെ ചെന പിടിച്ച് വരുന്നുണ്ട് കിടാക്കളെല്ലാം. അപ്പൊ ഇതുങ്ങൾക്കുള്ള തീറ്റേനെ കുറിച്ച് പ്രത്യേകിച്ച് എല്ലാരും പറയുന്ന ഭാരിച്ച ചെലവൊന്നും അതിന് വേണ്ടി വരുന്നില്ല. ഇവിടെ ഭയങ്കര തണുപ്പായിട്ട് ഇറക്കുന്നുണ്ട്. ഭയങ്കര തണുപ്പുള്ള പ്രദേശം. അപ്പൊ ഇവിടെ നല്ല അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഓക്കെ, ഇവിടെ ഇപ്പൊ വന്നപ്പോ മഴയാണ്, അതുകൊണ്ടാണ് പശുക്കളെ അഴിച്ചു വിടാത്തത്. എപ്പോഴാണ് ഫാമിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? വെളുപ്പിന് 3:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. 3:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനുശേഷം രാവിലെ 3:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ഒരു 9:30 ആകുമ്പോഴത്തേനും പശുക്കളെ മേഞ്ഞ് കൂട്ടി വന്ന് കയറി കിടക്കും.
ഓക്കെ ഓക്കെ അതിനുശേഷം അത് കഴിഞ്ഞിട്ട് പിന്നെ തീറ്റയൊന്നും കൊടുക്കുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പൊ പാലിന്റെ സെയിലൊക്കെ എങ്ങനെയാ? പാലിന്റെ സെയിൽ നമുക്ക് ഇവിടെ ഒരു 10-20 ലിറ്ററോളം പുറത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് വെച്ച വീടുകളിൽ ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്, നമുക്ക് ഇവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മിൽമായിലും മലനാട്ടിലുമായിട്ട് നമ്മൾ പാല് കൊടുക്കും. ഓക്കെ ഓക്കെ. കാരണം ഇത് ശരിക്കും ഉരുള ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സെയിൽ എങ്ങനെ നടക്കണേന്ന്. നേരത്തെ മുതലുള്ള ആൾക്കാരാണ്, നേരത്തെ പഴയ തൊട്ട് നമ്മുടെ ഇന്ന് വാങ്ങിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ അറിഞ്ഞു കേട്ട് നമ്മുടെ ഈ പ്രദേശത്ത് എന്ന് പറയുന്നത് നമ്മുടെ പാലെന്ന് പറയുന്ന ആൾക്കാർക്ക് അത്രമേൽ വിശ്വാസമാണ്. ഇത് ജേഴ്സി ആയതുകൊണ്ട് കുറച്ചും കൂടി ജേഴ്സി ആയതുകൊണ്ടല്ല, നമ്മൾ അത്രമേൽ വൃത്തിയായിട്ടേ പശുക്ക് പാല് കൊടുക്കുള്ളൂ എന്നുള്ള ആൾക്കാരുടെ ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഒരുപാട് പേര് ഇവിടെ വന്ന് പാല് മേടിച്ചോണ്ട് പോകും. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് പണിയാൻ വരുന്ന പണിക്കാർ പോലും നമ്മുടെ ഇവിടെ വന്ന് പാല് മേടിച്ചോണ്ട് പോകും. നമ്മൾ വേലപ്പാലിനകത്ത് കൃത്രിമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അവര് ഒന്ന് പാല് മേടിച്ചോണ്ട് പോകുന്നത്. നമ്മൾ അവരുടെ ആ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ പാല് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ കുപ്പികളിലാണ് എങ്ങനെയാണ്? അല്ലല്ല, വരുന്ന ആൾക്കാർ പാത്രമായിട്ടാണ് വരുന്നത്. പാത്രമായിട്ടാണ് പണ്ടത്തെ രീതിയാണ്. നമ്മൾ എന്താ ചെറിയൊരു ചെറിയ പാത്രമായിട്ട് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ തൊട്ട് ആൾക്കാർ വരും. 7-7:15 വരെയൊക്കെ ആൾക്കാർ വന്ന് പാല് മേടിച്ചോണ്ട് പോകും. അപ്പൊ ഉച്ചത്തെ ടൈമിൽ എത്ര മണിക്ക്? ഉച്ചയ്ക്ക് നമ്മളൊരു 3 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങും. അപ്പൊ കൊടുത്താൽ മതിയോ? മതി. 3 മണിയാകുമ്പോൾ നമുക്ക് പാലുവണ്ടി വരുന്നത് താമസിച്ചാണ് വരുന്നത്. ഇപ്പം അത്യാവശ്യം നമ്മൾ 3 മണിയാകുമ്പോഴത്തേന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ചില്ലറ വിൽക്കാനായിട്ടുള്ള പശുവിനെ മാത്രം നമ്മൾ കറക്കും. ബാക്കി നമുക്കൊരു 4 മണി കഴിഞ്ഞിട്ട് കറന്നാൽ മതി. അപ്പൊ 2 സെക്ഷൻ ആയിട്ടായിരിക്കും. അപ്പൊ കറവ് എങ്ങനെ? കറവ് മെഷീൻ ആണ്? അല്ലല്ല, കൈക്കറ. ചേട്ടൻ തന്നെയാണ് ചെയ്യണത്? ഫാമിലി ആയിട്ട് കൂടുന്നുണ്ട്. പിന്നെ നമുക്കൊരാളുണ്ട് കൂട്ടത്തില്. ചേട്ടൻ പേരുന്ന ദാസ് എന്നാണ് പറയുന്നത്. പുള്ളിയാണ് നമ്മുടെ എല്ലാ പശുക്കളുടെ എല്ലാ കാര്യങ്ങളും എന്നെക്കാളും നല്ല വൃത്തിയായിട്ടും നീറ്റായിട്ടും പുള്ളി നോക്കുന്നത്. അതെ, നല്ല വൃത്തിയുണ്ട് ഇവിടെയൊക്കെ, നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനും. എന്തായാലും ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇങ്ങനെ അല്ലായിരുന്നു, 2 പശു. ഇത്രത്തോളം വിപുലീകരിച്ചത് എങ്ങനെയാണ്? ആ 2 പശുവിന്റെ സന്തതി വരുമ്പോഴാണ് ഇത് മുഴുവൻ. അതെ, ആ 2 പശുവിനെ അങ്ങനെ ആ കിടാക്കളെ കൊടുക്കാതെ നിർത്തി അതിന്റെ കിടാക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ഒരു 4-5 തലമുറ ഉണ്ട് ഇതിനകത്ത്. ഇത്രത്തോളം തലമുറയാകുമ്പോ പാലുൽപാദനം കൂടുകയാണോ കുറയാണ് ചെയ്തത്? പാലുൽപാദനം കൂടുക ചെയ്തത്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇപ്പം പുതിയ ബ്രീഡുകൾ, ജേഴ്സിയുടെ പുതിയ ബ്രീഡുകൾ വരുന്നുണ്ടല്ലോ. അപ്പൊ ആ ബ്രീഡുകളെ മാത്രം നമ്മൾ കുത്തിവെച്ചിട്ട്, അപ്പൊ നമ്മൾ ഈ പശുവിനെ കുത്തിവെക്കുന്ന ഏത് പശുവിനാണ് കുത്തിവെച്ചത്, എന്നാ ബ്രീഡാണ് കുത്തിവെച്ചതെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ട് ആ ക്രാക്കിളെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതിനെന്തേരം പാലുണ്ടെന്നാണ് നമ്മൾ, അതായത് നല്ല ബീജം നോക്കി കുത്തിവെച്ചിട്ട്, അപ്പം അതിന് നമ്മളിപ്പോ ഈ പശുവിനെ കുത്തിവെച്ചെങ്കിൽ ഈ പശുവിനെ ഞങ്ങൾ പുലിച്ചാറിന്നാണ് വിളിക്കുന്നത്. ഒരു പുലിയുടെ ഒരു ഇതൊക്കെ കളർ വ്യത്യാസം കണ്ടത്. അപ്പം ആ ഒരു പശുവിനെ, അപ്പൊ അതിന്റെ മകളായി നിൽക്കുന്നത്. ആദ്യമുള്ള പശു ഏതെങ്കിലും ഉണ്ടോ? ഏറ്റവും പ്രായം കൂടി ഇതിന്റെ ഇത് 3ാമത്തെ തലമുറയിൽ പെട്ടതായത്. ഇതാണ് ഏറ്റവും ഇത് 3ാമത്തെ തലമുറ, അത് 4ാമത്തെ തലമുറ. അതിന് ഇതിനേക്കാളും പാല് കൂടുതലാണ് വരുന്നത്. എത്ര ലിറ്റർ ആണ് ശരിക്കും നമുക്ക്? അതിന് രാവിലെ ഒരു 12 ലിറ്ററോളം പാല് വരും. അത് ഞാൻ ജേഴ്സിയെ തന്നെ വളർത്തുന്നതിന്റെ കാര്യം അതാണ്. എനിക്ക് അത്യാവശ്യം നല്ലപോലെ പാല് ഈ നിൽക്കുന്ന ഇതിനൊക്കെയാണ് ഒരു 15 ലിറ്റർ പാലോളം വരുന്നുണ്ട് രാവിലെ. പിന്നെ ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് ഇതാണോ? ഏതാ ഏറ്റവും പ്രായം കുറഞ്ഞ അങ്ങേറ്റം നിൽക്കുന്നത്? അവർക്ക് സ്റ്റാർട്ടിങ് എത്ര? അവർക്ക് അത് ആദ്യത്തെ പേര്. അവർക്ക് ഇപ്പൊ സ്റ്റാർട്ടിങ് ഒരു 11 ലിറ്റർ പാലുണ്ട് രാവിലെ. അത്യാവശ്യം പാലുൽപാദനമുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ജേഴ്സി മാത്രമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത്. ജേഴ്സി മാത്രമാണ് എനിക്ക് ആവറേജ് 47 രൂപ പാലിന് വിലയും വീഴുന്നുണ്ട്. സൊസൈറ്റിയിൽ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ചെലവ് കുറച്ച രീതിയിൽ നമ്മൾ പശുവിനെ വളർത്തുന്ന പറഞ്ഞാൽ, നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ രാവിലെ നമ്മൾ അഴിച്ച് നമുക്ക് അവിടെ ഇങ്ങനെ സ്ഥലമുള്ളതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ അഴിച്ചു വിടുമ്പോഴത്തേനും രാവിലത്തെ പുല്ലിയത്തെ പരിപാടികൾ അങ്ങനെയുള്ള ഇതെല്ലാം നമുക്ക് വളരെയേറെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ചെലവുകൾ ആ സമയവും അതെല്ലാം നമുക്ക് വളരെയേറെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ തുറന്ന തൊഴുത്തായതുകൊണ്ട് ഈ പശുക്ക് വായുസഞ്ചാരം കൂടുതൽ വരുന്നത് കൊണ്ടും അതുകൊണ്ട് ഏകദേശം നമുക്ക് എത്ര രൂപ ചെലവായിക്കാണ്? ഇത് കാണുമ്പോൾ പലരും വിചാരിക്കും എനിക്ക് ഇത് നമ്മൾ പണിതിട്ട് ഒത്തിരി വർഷം. ആ സമയത്ത് തന്നെ നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് താഴെ ആയിട്ടുള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് 2 ലക്ഷം രൂപ താഴെ ആയിട്ടുള്ളൂ. കാരണം നല്ല സൗകര്യമുണ്ട്, അങ്ങോട്ട് നടക്കാനും ഇങ്ങോട്ട് നടക്കാനും പശുക്കൾക്ക് ഫ്രീ ആയിട്ട് നടക്കാനൊക്കെ ഒരു നല്ല സൗകര്യമുണ്ട്. തൊട്ടിയൊക്കെ ആണെങ്കിൽ പഴയ രീതി. ഇവിടെ പുല്ലിട്ട് കൊടുക്കില്ല. അവിടെ പുല്ലിട്ട് കൊടുക്കുന്നു. പിന്നെ അങ്ങനെ തീറ്റ എങ്ങനെയാണ്? തീറ്റ നമ്മള് വൈകുന്നേരം മാത്രം ശലം പുല്ല് കൊടുക്കും. ഇന്നിപ്പോ ഈ മഴയും കാലാവസ്ഥ വ്യത്യാസം വന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ അഴിച്ചു വിടാതെ നിൽക്കുന്നത്. അല്ല നമ്മുടെ പശുക്കൾ ഇപ്പം പറമ്പിൽ പോയി തിന്നേണ്ട സമയമാണ്. ഇന്നിപ്പോ മഴ ഒരു എന്നാന്ന് പറയുന്നത് കാലാവസ്ഥ വളരെ മോശമാണ്. അതെ, നല്ല മഴയുണ്ട്, തണുപ്പുണ്ട്, മഞ്ഞുണ്ട്, എല്ലാം ഉണ്ട്. അത് ഇതിപ്പോ ഈ ഒരു വർഷമായി ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ ആണ്. നല്ല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അഴിച്ചു വിടാൻ പറ്റുമായിരുന്നു.
അഴിച്ചുവിടാൻ പറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാൻ അതെ അതെ തീറ്റ ചെലവ് തീറ്റ ചെലവ് നമുക്ക് വളരെയേറെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഇത്രയും പശുക്കൾക്ക് പുല്ല് എത്തണമെങ്കിൽ ഒരു രണ്ടുപേരേലും പോയി പുല്ല് ശരി അവർക്കും പൈസ അവർക്കും പൈസ കൊടുക്കണ്ടേ, അവരുടെ പൈസയ്ക്ക് നമുക്ക് വളരെയേറെ കുറവ് വരുന്നുണ്ട്. ആ തൊഴുത്ത് പണിതപ്പോ നേരത്തെ പണിതാണോ? അല്ല, അത് ഈ അടുത്തടുന്ന് അതൊരു 10 വർഷം 12 വർഷത്തോളം ആയതുകൊണ്ട് കാണാൻ പറ്റുമോ? ബാബാ നമുക്കതൊന്ന് കാണാം. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. അതെ, ഇപ്പൊ അതിനകത്ത് വെച്ചാൽ അതിനകത്ത് പശുക്കളെ ഇടയില്ലാത്തതുകൊണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കെട്ടിയിരിക്കുവാണ്. നമ്മള് പുതിയ കൂട് പണിയാനായിട്ട് അവിടെ പണിത് ആ തറ അത്രയും കെട്ടിയിട്ട് കഴിഞ്ഞപ്പോ തൊട്ട് മഴ കാരണം ഒരു രക്ഷയും നടക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ തൊഴുത്ത് രണ്ടും അവിടെ പശുക്കളെയാണ് നിർത്തുന്നത്. ഇവിടെ ക്രാക്കളെ, അതായത് ചേനയായ രണ്ടെണ്ണം കറക്കുന്ന ഇടയില്ലാത്തതുകൊണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു. മാക്സിമം നമ്മള് സ്ഥലം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ അത് ഞാനിപ്പോ പുതിയൊരു കൂട് പണിയാനായിട്ട് അവിടെ തറയെല്ലാം കെട്ടിയിട്ടെ. അപ്പൊ നമുക്കൊരു 10-30 എണ്ണത്തിനെ കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു കൂട് പണിയാനായിട്ട് തറയെല്ലാം കെട്ടിയിട്ടതാ. അന്നേരം തൊട്ട് ഈ മഴ കാരണം ഒരു പണി ഈ വർഷം ഇവിടെ ഭയങ്കര മഴയാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുപോകാൻ പോലും പറ്റത്തില്ല, അതുകൊണ്ട് അതങ്ങനെ നിർത്തിയേക്കുവാണ്. അപ്പൊ ചേട്ടന് എന്തുകൊണ്ടാണ് പിന്നെ ഈ പശുക്കളെ കൂട്ടാൻ ജയിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണോ? എനിക്ക് വീട്ടു ചെലവും കാര്യങ്ങളും പിള്ളേരുടെ പഠിത്തവും എല്ലാം ഒരാൾ 5ാം ക്ലാസ്സിലാണ്, ഒരാൾ കുഞ്ഞു കൊച്ചു. അപ്പൊ എങ്ങനെയാണ് ഈ ലാഭം നമ്മൾ കണ്ടെത്തുന്നത് ഈ പശു വളർത്തലിലൂടെ ലാഭം നമുക്ക് കണ്ടെത്തുന്നത് പറയുന്നത് നമ്മൾ ഈ ജേഴ്സി പശുക്കളെ മാത്രം വളർത്തുന്നോണ്ടേ ഈ പാലിന് വില കൂടുതൽ കിട്ടുന്നതുകൊണ്ട് അത് നമുക്കൊരു മുതൽക്കൂട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ചില്ലറ വിൽപ്പന നടത്തുന്നതിനകത്തൂടെ നമുക്ക് ലാഭം വരുന്നുണ്ട്. പിന്നെ ഈ പണിക്കാരുടെ കോസ്റ്റ് നമ്മൾ ഈ അഴിച്ചു വിടുന്നതുകൊണ്ട് പണിക്കാരുടെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിനകത്തൊന്നും പുല്ല് വെട്ടാനൊക്കെ ആയിട്ട് ആളെ നിർത്തണം, അങ്ങനെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ചാണകം വിൽക്കുന്നുണ്ട്. പിന്നെ വരുമാനം കണ്ടെത്താനായിട്ട് നെയ്യ് നല്ല വില. ഒരു കുപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഒരു 1 ലിറ്ററിന് 1000 രൂപ. 1 ലിറ്റർ നെയ്ക്ക് 1000 രൂപ മതിയല്ലോ, നമുക്ക് അത്യാവശ്യം പിടിച്ചിരിക്കാൻ പറ്റും. പിന്നെ അമ്മയുടെ പേര് റോസമ്മ. പിന്നെ ഫാമിലി എനിക്ക് അച്ഛനുണ്ട്, അച്ഛന്റെ പേര് തോമസ് എന്നാണ്, കുഞ്ഞമ്മച്ചൻ എന്ന് വിളിക്കുന്നു. പിന്നെ വൈഫിന്റെ ഇവിടെയൊക്കെ ചെറിയ പേരുണ്ട്. നമ്മൾ യഥാർത്ഥ പേര് വേറെ ആണെങ്കിലും അറിയപ്പെടുന്നത് വേറെ പേരില്ലേ? പിന്നെ വൈഫിന്റെ പേര് അമ്മലെ. കുട്ടികളുടെ പേരാ? മൂത്തയാള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, സ്കൂളിൽ പോയി. കുട്ടിയുടെ പേര് റോസ്. രണ്ടാമത്തെ ആള് 3 വയസ്സ്, ഐവൻ. 9 ഞങ്ങൾ വിളിക്കും. ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, പശു വളർത്തൽ ചേട്ടനൊരു സന്തോഷകരമായ ഒരു ജോലിയാണോ? സന്തോഷകരമായ ജോലിയാണ്, ഞാൻ വളരെയേറെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ജോലിയാണ്. അതെയോ? ചേട്ടന് മുഖത്തുണ്ട് സന്തോഷം. 3 മണിക്ക് എണീക്കണം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഒത്തിരി വർഷമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫാമിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ 9:30 ഒക്കെ ആകുമ്പോൾ പശുക്കൾ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയില്ല. 9:30 തൊട്ട് പിന്നെ പശുക്കൾ എന്ന് പറയുന്നത് ഒരു 2 മണി വരെ പശുക്കൾക്കും വിശ്രമമാണ്, നമുക്കും വിശ്രമമാണ്. പിന്നെ 2 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5:30 ആകുമ്പോഴത്തേനും നമ്മുടെ പാലിന്റെ വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ പണിയെല്ലാം തീർന്നു. അപ്പൊ ഫുഡിന്റെ ടൈം നിങ്ങളുടെ രാവിലെ അഴിച്ചു വിടുന്നു. പിന്നെ വൈകിട്ട് നമ്മളൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും ശാലം പുല്ല് ചെത്തിയത് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോ അല്ല TMR നമ്മള് ഇതിപ്പോ 1 വർഷത്തോളം. ഇത് നമ്മൾ ക്രാക്കൊക്കെ കൊടുക്കാനുള്ളതാണ്. 2 സെക്ഷൻ. ഇത് ക്രാക്കയുടെ സെക്ഷനും ഇത് കറവ പശുക്കളുടെ സെക്ഷനും. റെഡ് കറവ പശുക്കളുടെ, ഇത് പിന്നെ നീല ക്രാക്കളുടെ സെക്ഷൻ. ഇപ്പൊ പാലുൽപാദനൊക്കെ എങ്ങനെയുണ്ട്? ഇത് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പാലുൽപാദനത്തിന് വളരെയേറെ വ്യത്യാസമുണ്ട്, പാലിന്റെ വില വ്യത്യാസവും വന്നിട്ടുണ്ട്. പശുക്കളുടെ ആരോഗ്യം 1 വർഷമായിട്ട് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പശുക്കൾക്ക് ക്ഷീണം എന്ന് പറയുന്നില്ല. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ നേരത്തെ ഈ TMR കൊടുക്കുന്നതിന് മുമ്പാണെങ്കിൽ നമ്മള് പശുക്കൾ പ്രസവിച്ച് കഴിയുമ്പോൾ മാശ് പോകാനുള്ള മരുന്ന് കൊടുക്കണമായിരുന്നു, കാൽസ്യം കൊടുക്കണമായിരുന്നു, പിന്നെ ഈ ദഹനത്തിനുള്ള ഇത് കൊടുക്കണമായിരുന്നു. അങ്ങനെല്ലാം നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. അത് നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് ആയിരുന്നു. അതെല്ലാം നമുക്ക് ഈ TMR കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒഴിവാക്കി കിട്ടി. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പശുക്കളുടെ സ്വാഭാവികമായിട്ടുള്ള ആ ക്ഷീണം അങ്ങ് മാറി, പശുക്കൾക്കുള്ള ഒരു ക്ഷീണം എല്ലാം മാറി കഴിഞ്ഞാൽ പശുക്കൾ നല്ല ഉഷാറായി. അപ്പൊ ഇങ്ങനെ വരുന്ന ചെലവുകളെല്ലാം നമുക്ക് ഈ TMR കൊണ്ട് കുറയ്ക്കാൻ പറ്റും.
പിന്നെ പുല്ലിന്റെ ചെലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് വൈക്കോലിന്റെ പുല്ലിന്റെ ചെലവ് വൈക്കോലൊന്നും ഞാനിപ്പോ എടുക്കുന്നേ ഇല്ല. വൈക്കോലൊന്നും എടുക്കുന്നേ ഇല്ല. ഇപ്പൊ ഈ കാലാവസ്ഥ ആയതുകൊണ്ട് ഇപ്പൊ ഇതൊരെണ്ണം കൂടുതലും കൊടുക്കും. അന്നേരം പശുക്കൾ അവിടെ അങ്ങ് നിന്നോളും. പശുക്ക് വേറെ ഒന്നും വേണ്ട. അപ്പൊ ചേട്ടന്റെ പശു വളർത്തൽ കാണുമ്പോ പുതിയ ആൾക്കാർ കടന്നു വരുന്ന ആഗ്രഹിക്കുന്നത് അവരോട് എന്താണ് പറയാനുള്ളത്? പശുക്കള് പുതിയ ആൾക്കാർ കടന്നു വരുമ്പോഴത്തേനും എപ്പോഴും ജോലിക്കാരെ മാത്രം ആശ്രയിച്ച് ഈ ഫാം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും വിചാരിക്കും. നമുക്കും ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് നല്ല ഒരു ഗ്രാഹ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഫീൽഡിലേക്ക് വരാവുള്ളൂ. അല്ലെങ്കിൽ വരരുത്. എന്നാന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ടും വളരെയേറെ നഷ്ടം വരും. ഇപ്പം പശുക്കൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ഈ ജോലിക്കാരെ കൊണ്ട് മാത്രം നമ്മൾ മുമ്പോട്ട് പോയിക്കുമ്പോൾ പശുവിൻ്റെ ഒരു ചെനക്കോളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ജോലിക്കാർ കൃത്യമായിട്ട് നോക്കി മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്കത് പശു വളർത്തലിൻ്റെ ഈ ഒരു 2-ാം മാസം ചെനക്കോള് കാണിക്കുമ്പോൾ ആ സമയത്ത് തന്നെ കുത്തിവെച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ടൈം മുമ്പോട്ട് പോയി അതെല്ലാം നമുക്ക് വളരെയേറെ നഷ്ടങ്ങൾ വരുന്ന സംഭവമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചെല്ലാം ഒരു നല്ല ഗ്രാഹ്യം ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ തലമുറയാണെങ്കിൽ പോലും ഒരു ആവേശത്തിന് പുറത്ത് ഇതിനകത്തോട്ട് വരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കണ്ടും പഠിച്ചിപ്പം പശുവിനെ വളർത്താൻ ആഗ്രഹിക്കുന്നു. എവിടെയെങ്കിലും പോയി നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ ഇതിലേക്ക് വരാവൂ. നമ്മൾ ലാർജ് സ്കെയിലിൽ തുടങ്ങാതെ ഇപ്പം പുതിയതായിട്ട് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ അത് വിപുലപ്പെടുത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ 2 പശു അച്ഛനും 2 പശുവിൽ തുടങ്ങിയതാണ്. അവിടുന്നാണ് ഇത്രയും ഇതായി വന്നത്. ഒറ്റയടിക്കല്ല. നമുക്ക് ഒരു 25 വർഷത്തോളം എടുത്ത് നമ്മൾ ഇത്രയും പശു ആയി വരണമെങ്കിൽ അത്രയും നാള് ഒരു കിടാക്കള് വേറെ ഉണ്ടാവും. അതിന് നമ്മൾ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു 20-25 വർഷത്തോളമായി നമ്മുടെ ഈ പശു ഫാം ഈ ഒരു രീതിയിലാക്കി എടുക്കാനായിട്ട് നമുക്ക് അത്രയും നാളത്തെ കഠിനാധ്വാനം ക്ഷമയും സാവകാശം എല്ലാം നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തതാണ്. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കമ്പമേടിലുള്ള ഉണ്ണിച്ചേട്ടന്റെ ജേഴ്സി പശുക്കൾ മാത്രമുള്ള പശു ഫാമിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു കാർഷിക വീഡിയോ ഞങ്ങൾ വരുന്ന അതുവരെ നമസ്കാരം.